ഇവിടെ ബ്രിഗേഡിയർ വേണുനായർ സാർ, എന്തായാലും നമ്മൾ ഈ വാർത്താ ഏജൻസികളിൽ നിന്നടക്കം ലഭിച്ചിരുന്ന ദൃശ്യങ്ങളിൽ പകൽ പോലെ വ്യക്തമാണ് എത്രത്തോളം വലിയ ആയുധ വർഷമാണ് ഇന്ത്യയിലേക്ക് നടത്തിയത് എന്നുള്ളത്. അതിൽ തന്നെ പൂഞ്ചിൽ നടത്തിയ ആക്രമണത്തിൽ നമ്മുടെ സഹോദരന്മാർക്ക്, കൊച്ചുകുട്ടികൾക്കടക്കം ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യവുമുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പുകളിലോ അല്ലെങ്കിൽ ഒരു പെരുന്നാൾ സമയത്തോ ചെറിയ പടക്കത്തിന് പോലും തീപിടിച്ചാൽ ഉണ്ടാകുന്ന ആൾനാശങ്ങളെ സംബന്ധിച്ച് വ്യക്തതയുണ്ട്. അപ്പോൾ തുടർച്ചയായി വർഷിക്കപ്പെട്ട ഡ്രോണുകൾ ആകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷെല്ലുകൾ ആകട്ടെ, ഇതെല്ലാം ഇന്ത്യയിൽ പതിച്ചിരുന്നുവെങ്കിൽ അത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുമായിരുന്നു എന്നതിലൊന്നും ആർക്കും തർക്കമില്ല. അതിനെയാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കാൻ സാധിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ എത്രയോ ദിവസം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു ആൾനാശമോ നമ്മുടെ വ്യോമ കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹിറ്റിങ്ങോ ഒന്നും നടന്നതായി ഇതുവരെയും ഒരു ദൃശ്യങ്ങൾ അവർക്ക് നൽകുവാൻ സാധിച്ചിട്ടില്ല. അവിടെയാണല്ലോ ഈ ആയുധങ്ങൾ എന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആരും യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ആയുധങ്ങൾ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഏറ്റ തിരിച്ചടി എന്നത് ചൈനയ്ക്കും ആയുധപരമായി അല്ലെങ്കിൽ സൈനികമായ ഒരു തിരിച്ചടിയാണോ? ഹലോ അഭിലാഷ്, എല്ലാവർക്കും ജയന്ത്. ഇപ്പോൾ ചൈനയുടെ സ്ഥിതി തൻ്റെ അരുമ ശിഷ്യൻ അംഗത്തിൽ തോറ്റുകഴിഞ്ഞ ഒരു ചേവകരുടെ നിലയിലാണ് ഇപ്പോൾ ചൈന നിൽക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഹരമാണ് ചൈനയ്ക്ക് കിട്ടിയത്. ചൈന പാകിസ്ഥാനെ കാണുന്നത് അവരുടെ അയൺ ക്ലാഡ് ഫ്രണ്ട് എന്ന രീതിയിലാണ്. ഇവിടെ ഇന്ത്യക്കെതിരായിട്ട് ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്രം എന്ന നിലയിൽ റീജിയണൽ കോമ്പറ്റീറ്ററായിട്ട് ചൈനയ്ക്ക് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയെ അവരുടെ സാമ്പത്തിക വിഭവത്തിൽ നിന്ന് കാര്യമായിട്ടൊരു ഡൈവേർഷൻ വരുത്തി പാകിസ്ഥാനെതിരായ പ്രതിരോധം സൃഷ്ടിക്കേണ്ട ഒരു പരിസ്ഥിതിയിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്നുള്ളത് ചൈനയുടെ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതനുസരിച്ച് ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ് ഇന്ത്യയാണ്. പാകിസ്ഥാനാണെങ്കിൽ ഇല്ലോജിക്കൽ, വിവേകമില്ലാത്തൊരു ഒരു പോൺ പോലെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തിനും നമ്മൾ തയ്യാറായിരിക്കണം. അതുകൊണ്ട് LC ലൈൻ ഓഫ് കൺട്രോളിൽ നമ്മുടെ ആർമിയും എയർഫോഴ്സും എല്ലാം എപ്പോഴും വിജിലൻ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ 3.5 ദിവസത്തെ ഈ ഒരു യുദ്ധത്തിൽ നമ്മൾ ഒരു റീജിയണൽ സൂപ്പർ പവറായിട്ട് മാറിയിരിക്കുകയാണ്. വാസ്തവം ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമി ഫൈറ്റിങ്ങിൽ നമ്പർ 1 ആണ്. ഏറ്റവും നല്ല സൈന്യം, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ളൊരു രാഷ്ട്രമാണ്. പക്ഷേ ടെക്നോളജി, ഒരു അഡ്വാൻസ് ടെക്നോളജി എങ്ങനെ അബ്സോർവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അത്രയൊരു വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ ഈ 3 ദിവസത്തെ ഈ യുദ്ധമാണ് അതിനെല്ലാം മാറ്റി മറിച്ചിരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന എല്ലാ യുദ്ധ പ്രദേശങ്ങളിലും ഒരു ഡയറക്റ്റ് ഫൈറ്റ് എവിടെയെങ്കിലും നടക്കുന്നുണ്ട് എന്ന് പറയാൻ പാടില്ല. ഗാസയിലാണെങ്കിൽ വളരെ അബലമായ ഹമാസിനെതിരായിട്ടാണ് ഇസ്രായേൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു വർഷം കഴിഞ്ഞു വന്നിട്ട് ഇറ്റ് ഹാസ് നോട്ട് ഫൈനലൈസ്ഡ്. അപ്പുറത്ത് യുക്രൈനിലാണെങ്കിൽ യുക്രൈനിൻ്റെ പുറകിൽ നാറ്റോയും റഷ്യയുടെ ഫ്രണ്ട് അലയൻസും ഒക്കെ കൂടി നടത്തുന്ന യുദ്ധം 3 വർഷമായി. അതിനൊരു തീരുമാനമായിട്ടില്ല. ഇതിലെല്ലായിടത്തും പുതിയ തരത്തിലുള്ള യുദ്ധ സാമഗ്രികളെല്ലാം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ 3.5 ദിവസത്തെ യുദ്ധത്തിൽ നമ്മൾ കാണിച്ചു കൊടുത്തു ചൈനയ്ക്കുണ്ടായ ഏറ്റവും വലിയ പരാജയം. നമ്മുടെ പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ആകട്ടെ, മുൻനിര വിമാന ഫൈറ്റർ ജെറ്റ്സ് ആകട്ടെ, എല്ലാം ചൈനയുടേതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ 2 ദിവസത്തെ അവരുടെ മതിമറന്ന ആക്രമണങ്ങൾ ചെയ്തിട്ടും അഭിലാഷ് പറഞ്ഞ പോലെ ചില്ലറ അത് ഏതായാലും 99% ഇതിൽ തടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു. അത് ഞാൻ ഇപ്പോൾ ഒന്ന് പറയട്ടെ. ഇതിൻ്റെ ഏറ്റവും ക്രെഡിറ്റ് പോകുന്നത് നമ്മുടെ DRDO ആണ്. DRDOയ്ക്ക് അവരുടെ കഴിവ് യുദ്ധത്തെ തെളിയിക്കാനൊരു സമയം ഇപ്പോഴാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ GPS സിസ്റ്റം, നമുക്ക് GPS സിസ്റ്റം 99 കാർഗിൽ വാറിൽ അമേരിക്ക തന്നില്ല.
ഇപ്പോൾ ഉണ്ടായ യുദ്ധത്തിൽ നമ്മുടെ വിജയത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു കാര്യം നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത നാവിക് എന്ന ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ്. ഇതിൻ്റെ എഫിഷ്യൻസിയൊക്കെ ഇപ്പോഴാണ് അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ലോകം നോക്കിക്കാണുന്നത്. അമേരിക്ക ആസ് ഫാർ ആസ് പാകിസ്ഥാൻ ഈസ് കൺസേൺഡ്, അവർ ചൈനയുടെ ഈ തരത്തിലുള്ള വേദു പോലുള്ള ചില സിസ്റ്റംസാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒന്നും നമ്മുടെ ഈ നാവിക്കിനോട് സെൻട്രിക് ഈ സിസ്റ്റം, ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാ S-400 മുതൽ താഴെയുള്ള മിസൈൽ ഡ്രോൺസ് കൺട്രോൾ വരെ ചെയ്തത് ഈ സിസ്റ്റമാണ്. അതൊരു ഭയങ്കര വിജയമാണ് നമുക്ക് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ ഈ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങൾ 2 പ്രത്യേകിച്ചും അവരുടെ സ്റ്റോറേജ് സൈറ്റുകളായ ചഗായ് ഹിൽസും പിന്നെ കിരാന ഹിൽസും നമ്മുടെ സർഗോദയുടെയാണ്. പിന്നെ സക്കർ എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് ജാക്കോബാദാണ്. ജാക്കോബാദ് ഇൻ സിന്ധ് ഏരിയ. അവിടെയൊക്കെ നമ്മൾ അതിൻ്റെ സ്റ്റോറി ഇനി വരാനുള്ളതേ ഉള്ളൂ. അത് ചില കൺഫേംഡ് അൺകൺഫേംഡ് റിപ്പോർട്ട് വരുന്നത് അതിൽ ഒരു 20% എങ്കിലും നശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സുപ്പീരിയോറിറ്റി നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ അവിടെ ഇപ്പോൾ സംശയാതീതമായി തെളിയിച്ചിരിക്കുകയാണ്. ബാക്ക് ടു യു അഭിലാഷ്. യെസ്.